ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദീപാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്നത് ട്രെൻഡിങ് ആയിട്ടുള്ള ബൺ മസ്കയും ഇറാനി ചായയുമാണ്. ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഒരല്പം ഒതൻറ്റിക് ആയിട്ടുള്ള രീതിയിൽ ഇത് രണ്ടും പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇറാനി ചായ സാധാരണഗതിയിൽ അത് നല്ലപോലെ ദം ഇട്ടിട്ട് അതിൻ്റെ സ്റ്റീം ഒട്ടും പുറത്തു പോകാതെ അങ്ങനെയൊക്കെയാണത് ചെയ്യേണ്ടത്. അപ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ ഞാൻ ചെയ്തെടുക്കാൻ പോകുന്നത്. ഷോർട്സിൽ ഞാനത് കുക്കറിൽ ചെയ്തെടുക്കുന്ന രീതിയാണ് കാണിച്ചിരുന്നത്. അപ്പോൾ അതിനായിട്ട് 2 ഗ്ലാസ് വെള്ളത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ തേയിലപ്പൊടിയും 4 ഏലക്കയും ചേർത്ത് നമ്മൾ ബിരിയാണിക്കൊക്കെ ദമ്മിടുന്ന പോലെ ഗോതമ്പ് പൊടി വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് കവർ ചെയ്ത് ഇതുപോലെ ഒരു പാത്രമൊക്കെ വെച്ച് അടച്ച് നല്ലതുപോലെ ദമ്മിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒട്ടും തന്നെ സ്റ്റീം പുറത്ത് പോകത്തില്ല. ഇനി വേണമെങ്കിൽ ഇതിന് മുകളിലേക്ക് ഒരു വെയിറ്റും കൂടെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഇതൊരു 10 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ ഒന്ന് തിളച്ച് ആ ഒരു ചായ റെഡിയായിട്ട് വരണം. അതായത് തേയില വെള്ളം റെഡിയായിട്ട് വരണം. ഞാനിതിൽ പഞ്ചസാര ചേർത്തിട്ടില്ല. നിങ്ങൾ പഞ്ചസാര ഉപയോഗിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്കുള്ള പാല് നമ്മൾ സെപ്പറേറ്റ് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. 2 കപ്പ് പാല് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതും ഈ പറഞ്ഞതുപോലെ തന്നെ തിളച്ച് വന്നതിന് ശേഷം തീ കുറച്ചിട്ട് ഒരു 1/2 കപ്പ് പാല് വറ്റിച്ച് കളയണം. അതായത് 1.5 കപ്പ് പാലിലേക്ക് അത് മാറ്റിയെടുക്കത്തക്ക രീതിയിൽ കുറുക്കി ആണ് ഇതിലേക്കുള്ള പാല് തയ്യാറാക്കിയെടുക്കുന്നത്, ഇറാനി ചായയിലേക്കുള്ള. അപ്പോൾ ഇത് രണ്ടും ഇവിടെ നിന്ന് സെറ്റാവുന്ന സമയത്തേക്ക് നമുക്ക് ബൺ മസ്കയിലേക്കുള്ള ബട്ടർ അല്ലെങ്കിൽ ക്രീം റെഡിയാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 150 ഗ്രാമിൻ്റെ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ സാധാരണ നമ്മളിപ്പം എല്ലാവരും ചെയ്യുന്നത് വിസ്ക് വെച്ചിട്ടാണ്. ഞാൻ ഷോർട്സിലും അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഹാൻഡ് വിസ്ക് വെച്ചിട്ട് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ഉപയോഗിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് വാനില എസൻസും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് വിസ്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആ രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ എന്തായാലും വിചാരിച്ചു, ഓൾറെഡി ഞാൻ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്തു. അപ്പോൾ എന്തായാലും കടകളിലൊക്കെ ചെയ്യുമ്പോൾ അവർ ലാർജ് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഹാൻഡ് വിസ്ക് അല്ല ബീറ്ററല്ലേ ഉപയോഗിക്കുക. അതുകൊണ്ട് ബീറ്ററിൽ ചെയ്യാം. അതിൻ്റെ ടേസ്റ്റും എങ്ങനെയുണ്ടെന്ന് നോക്കാമെന്ന് വെച്ച് ഞാനിത് ബീറ്ററിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ആദ്യം ബട്ടർ നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം പിന്നീട് ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് വീണ്ടും അത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഞാനിപ്പോൾ ഏകദേശം ഇവിടെ ഒരു 4 ടേബിൾ സ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടുന്ന മധുരത്തിനനുസരിച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഈ ഒരു ക്രീമിന് ഓവർ മധുരമായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചെടിക്കും. അപ്പോൾ ഒരുപാട് മധുരം ആക്കി കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ക്രീമൊക്കെ ബീറ്റ് ചെയ്ത് ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നല്ല സോഫ്റ്റ് ബൺ വേണം നിങ്ങളിതിലേക്ക് തിരഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ ബണ്ണിൻ്റെ ക്വാളിറ്റിയും ഇതിൻ്റെ ഒരു ടേസ്റ്റിന് മുഖ്യ ഘടകമാണ്. ഭയങ്കര എന്താ പറയുക കല്ല് പോലെ ഇരിക്കുന്ന അല്ല അത്ര സോഫ്റ്റ് അല്ലാത്ത ബണ്ണ് ഇതിനത്ര ചേർന്നതല്ല. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള ബൺ തിരഞ്ഞെടുക്കുക. അതിനുശേഷം അത് സ്ലൈസ് ചെയ്ത് ഇത് ഓൾറെഡി സ്ലൈസ്ഡ് ആയിട്ടുള്ളതാണ്. അതിനകത്തേക്ക് നമുക്ക് ഈ ക്രീം തേച്ച് കൊടുക്കാം. ക്രീം തേച്ച് കൊടുക്കുമ്പോൾ ഒരുപാട് ഓവറായിട്ട് തേച്ച് കൊടുക്കണ്ട. കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഇതേപോലെ തേച്ച് കൊടുത്ത് പിന്നെ സൈഡിലും കൂടെ തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബൺ മസ്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസ്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ടർ എന്നാണ് അർത്ഥം കേട്ടോ. ഇനി ഇറാനി ചായ തയ്യാറാക്കാനായിട്ട് നമ്മൾ ഓൾറെഡി തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേയില വെള്ളമുണ്ടല്ലോ, അതിലേക്ക് പാല് ആഡ് ചെയ്തിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇറാനി ചായ റെഡിയായി. ഇതിൻ്റെ കടുപ്പം നിങ്ങൾക്ക് തീരുമാനിക്കാം. അതിനനുസരിച്ച് കടുപ്പം കൂടുതൽ വേണ്ടുന്നവർക്ക് കൂടുതൽ തേയില വെള്ളവും പാലും ഒക്കെ ആ ഒരു മിശ്രിതത്തിൽ നിങ്ങൾക്ക് ചേർത്തെടുക്കാവുന്നതാണ്. എന്നാലും നല്ലൊരു കോമ്പിനേഷനാണ് ഇത് രണ്ടും. പിന്നെ ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്തെടുക്കുമ്പം ഇച്ചിരി കൂടി ആ ക്രീം ഒന്നുകൂടെ ഫ്ലഫി ആയിട്ടും കുറച്ചുകൂടെ ഒരു സോഫ്റ്റ് ആയിട്ടൊക്കെ വരുന്ന പോലെ എനിക്ക് തോന്നി നമ്മൾ ഹാൻഡ് വിസ്ക് വെച്ച് ചെയ്യുന്നതിനെക്കാട്ടിലും. പക്ഷേ ഹാൻഡ് വിസ്ക് വെച്ച് നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കുറച്ച് നേരം കൂടെ കൂടുതൽ നല്ലതുപോലെ ബീറ്റ് ചെയ്യുവാണെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കിട്ടും. പക്ഷെ അത് കുറച്ച് പണിയാണ്, അത്രയേ ഉള്ളൂ. എന്നാലും നിങ്ങൾ വല്ലപ്പോഴും ഇടയ്ക്കെങ്കിലും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു സാധനമാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.